ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ്, നിങ്ങൾ എന്തിനാണ് അയാൾ വിട്ടിട്ട് പോയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു റീഡിങ്ങാണ് എടുക്കാൻ പോകുന്നത്. അയാളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ മാത്രം ചിന്തിക്കുക, ശേഷം ഈ റീഡിങ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, അയാൾ ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ അയാളുടെ കരിയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് പകരം വേറൊരാളെ അയാൾ ചൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊന്നുമില്ല. എത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ തന്നെയാണ് അയാളുടെ മനസ്സിലുള്ളത്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാം. അയാൾക്ക് ഇപ്പോഴും നിങ്ങളോട് അതേ സ്നേഹമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്കും അവർക്കും ഒരേപോലെ തന്നെ അത്രയും ആത്മബന്ധം തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ സംശയിക്കേണ്ട ആവശ്യമൊന്നും ഞാനിതിൽ കാണുന്നില്ല. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തി പോയെടുത്തും അത്ര സന്തോഷമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങളോട് ചെയ്ത് തോർത്ത് അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയന് പോസിബിലിറ്റീസ് ഒരുപാട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ ഓഫർ തരാനും ഇനി പുതുതായിട്ട് ഈ ഒരു ലവ് ലൈഫ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും അത് ശ്രദ്ധിക്കുക. തിരികെ വരുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാതെ അങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഒന്നിച്ചിട്ട് അല്ല എങ്കിൽ പോലും അയാളുടെ മനസ്സിലും ചിന്തകളിലും എപ്പോഴും നിങ്ങൾ തന്നെയാണ്. അപ്പം അയാൾ എന്നെ പറ്റി ചിന്തിക്കുന്നില്ല, എന്നെ ഓർക്കുന്നില്ല എന്നുള്ള വിഷമം വേണ്ട. കാരണം അവരും നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ പഴയ ഓർമ്മകളിൽ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് തോട്ടിലൊക്കെ അയാളുടെ മനസ്സിലെപ്പോഴും നിങ്ങളുണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങളെ ഉപേക്ഷിച്ച് പോയെടുത്താണെങ്കിൽ പോലും അവർക്ക് ആ ഒരു സമാധാനമൊന്നുമില്ല. അവരും ഒരുപാട് മൈൻഡ് ഡിസ്റ്റർബ്ഡാണ്. നിങ്ങളെ വേണം എന്ന് തന്നെയാണ്, ഇതിൽ സംശയിക്കേണ്ട.